അസമിൽ വിവിധ പാർട്ടികളിൽ നിന്നും നേതാക്കന്മാർ ബി.ജെ.പിയിലേക്ക് വരുന്നു എന്നുള്ള വാർത്തയൊക്കെയാണ് വരുന്നത്. ശരിക്കും വരുന്ന തെരഞ്ഞെടുപ്പുമായി മുൻനിർത്തി ഇതൊരു വലിയ ഒരു ഘടകം തന്നെയാണ് ഇത്തരം നേതാക്കന്മാർ ബി.ജെ.പിയിലേക്ക് ചേരുന്നത്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വിഘടനവാദം അതിനെ ബാധിക്കുമോ? എങ്ങനെയായിരിക്കും ഇതിനെ വിലയിരുത്തുന്നത്? അല്ല, ആസാം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് BJP ആണ്. അവിടെ ഹിമന്ത ബിശ്വാസ് എന്ന മുൻ കോൺഗ്രസ്സുകാരനാണ് അവിടുത്തെ മുഖ്യമന്ത്രി. BJPയുടെ ഈ സർക്കാരിൽ മുഖ്യമന്ത്രിയായിരുന്നു. സർക്കാരിനെ നയിക്കുന്നത് ഹിമന്ത ബിശ്വാസ് ആണ്. ഹിമന്ത ബിശ്വാസ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു തികഞ്ഞ രാജ്യസ്നേഹിയായ നല്ലൊരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു, കോൺഗ്രസ് നേതാവായിരുന്നു. അദ്ദേഹം രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് കോൺഗ്രസ് വിട്ടത്. രാഹുൽ വളരെ നിരുത്തരവാദപരമായി പെരുമാറുന്നു. അസമിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ രാഹുൽ വളരെ നിസ്സംഗമായിരിക്കുന്നു, ഒരു തരത്തിൽ ഇടപെടുന്നില്ല. അവിടെ ഈ ഹിമന്ത ബിശ്വാസും തരുൺ ഗൊഗോയും തമ്മിൽ വലിയ ഗ്രൂപ്പ് പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പഴയ കഥകളാണ്. മാത്രമല്ല, ഈ 1990-കൾ മുതൽ ഉൾഫ എന്ന് പറയുന്നൊരു തീവ്രവാദ സംഘടന അവിടെ പ്രവർത്തിച്ചിരുന്നു. ഈ അസം ഉൾപ്പെടെയുള്ള കുറച്ച് പ്രദേശങ്ങളുടെ മോചനം, സ്വയംഭരണമൊക്കെ ആവശ്യപ്പെട്ട് അതിനകത്ത് ചൈനയ്ക്കും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒക്കെ പങ്കുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പല ഉൾഫ നേതാക്കളെയും ഈ ഉൾഫയുടെ പോരാളികളെയും അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ചൈനയിലും ഒക്കെ കൊണ്ടുപോയി പരിശീലിപ്പിച്ചതാണ്. അതൊക്കെ പഴയ ചരിത്രമാണ്. അപ്പോൾ അത്തരക്കാർ 2014 ശേഷം അവർ നേരത്തെ മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്തുമൊക്കെ അവർ ആയുധം വെച്ച് കീഴടങ്ങാൻ ചർച്ചകളൊക്കെ നടത്തിയിരുന്നു. പതുക്കെ ആ തീവ്രവാദത്തിൻ്റെ ശക്തി കുറഞ്ഞു വന്നിരുന്നു. പ്രത്യേകിച്ചും വാജ്പേയി സർക്കാർ ഈ ഉൾഫ തീവ്രവാദികളോട് ഒരു അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കുകയും പതുക്കെ അവർ തീവ്രവാദത്തിൽ നിന്ന് മടങ്ങി വരുന്ന കാഴ്ച ആണ് ലോകം കണ്ടത്. അത് മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്തും ഒക്കെ നടന്നു. പിന്നീട് അത് 2020 ആയപ്പോൾ അത് വളരെ വലിയ വ്യാപകമായിട്ട് അത് ആസാമിൻ്റെ ഒരു സ്വഭാവം തന്നെ മാറ്റി. പക്ഷേ ആസാമിൽ ഇപ്പോൾ ആസാം നേരിടുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് ബംഗ്ലാദേശികളുടെയും റോഹിംഗ്യകളുടെയും നുഴഞ്ഞുകയറ്റമാണ്. അതിനെ ഫലപ്രദമായിട്ട് ചെറുക്കാനാണ് ഹിമന്ത ബിശ്വാസ് ഇപ്പോൾ അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം നിയമം കർക്കശമായിട്ട് നടപ്പാക്കുകയും അവിടെ ഈ പ്രതിരോധ സേനകളുടെ അടക്കം പോലീസിൻ്റെയൊക്കെ ശക്തമായ ഇടപെടലുകൾ അദ്ദേഹം അവിടെ നടപ്പാക്കുകയും ചെയ്യുന്നു. ഇവരെ കണ്ടെത്തി ഡീപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആൾക്കാരെ അവിടുന്ന് മാറ്റാനുള്ള നടപടി സ്വീകരിച്ചു. ഇത് അതിൻ്റെ ഭാഗമായിട്ടൊക്കെ നിരവധി പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നതിനിടയ്ക്കാണ് നിരവധി കോൺഗ്രസ്, ഉൾഫ, അതുപോലെ AAP, ആം ആദ്മി പാർട്ടിക്കും ആസാമിൽ അത്യാവശ്യം സ്വാധീനമുണ്ട്. ചില പോക്കറ്റുകളിലെങ്കിലും അവരുണ്ട്. ഇവരുടെയൊക്കെ നേതാക്കൾ അണികളോടൊപ്പം തങ്ങളുടെ പാർട്ടി വിട്ട് BJPയിൽ ചേരുന്നത്. ഇത് BJPക്ക് അവിടെ ഒരു എതിരാളി ഇല്ലാത്ത അവസ്ഥയിലേക്ക് ആസാം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ആസാമിൽ പണ്ട് ഈ റോഹിംഗ്യകളും ബംഗ്ലാദേശികളും ഒക്കെ നുഴഞ്ഞു കയറിയിട്ട് അവിടെ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ നടു റോഡിൽ ബാങ്ക് വിളി കേൾക്കണം, നടു റോഡിൽ നിസ്കരിക്കും, ഒരു തുണി വിരിച്ചിട്ട് നിസ്കരിക്കും, റോഡ് ട്രാഫിക്ക് മൊത്തം ബ്ലോക്കാവും. ഇങ്ങനെയൊക്കെ ആസാമിൽ 2014 മുമ്പ് വലിയ വിഷയങ്ങളുണ്ടായിരുന്നു. 2014-നും 2016-നും ഒക്കെ മുമ്പ് അതെല്ലാം ഇപ്പോൾ നിന്നു. ഇപ്പോൾ ആൾക്കാർ സാധാരണ നിലയ്ക്ക് ഇത് ആസാമിലെ തദ്ദേശീയരായ മുസ്ലിങ്ങളോ ഇസ്ലാം വിശ്വാസികളോ അല്ല, ഈ നുഴഞ്ഞു കയറിയ റോഹിംഗ്യകളും ബംഗ്ലാദേശികളുമാണ് ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. അവർക്കവിടെ കലാപം സൃഷ്ടിക്കണം. കാരണം കലാപം ഉണ്ടായാൽ മാത്രമേ അതിനെ മുതലെടുത്തുകൊണ്ട് അവർക്കവിടെ നിലനിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തദ്ദേശീയരായ ജനങ്ങളോട്, ആസാമികളോട് അവർ വലിയ രീതിയിൽ ഏറ്റുമുട്ടാനൊക്കെ തുടങ്ങി. അതിനെ സമർത്ഥമായിട്ട് നേരിടാൻ ഹിമന്ത ബിശ്വാസിന് സാധിച്ചു. അദ്ദേഹം വളരെ തന്ത്രപരമായിട്ട് തന്നെ ഇവരെ കണ്ടെത്തി ഡീപ്പോർട്ട് ചെയ്യാനുള്ള നടപടി ആരംഭിച്ചു. അതാണ് ഈ NPR, നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ, ആസാമിൽ 1975 എന്നൊരു വർഷം വെച്ചുകൊണ്ട് ചെയ്യാനൊക്കെ തീരുമാനിക്കുക. അത് പണ്ട് അതൊക്കെ ചരിത്രമാണ്. വലിയ കലാപങ്ങൾ അതിൻ്റെ പേരിൽ അവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ അതെല്ലാം വളരെ സമർത്ഥമായിട്ട് കൈകാര്യം ചെയ്യാൻ ഹിമന്ത ബിശ്വാസിന് സാധിച്ചു. ഒരുപാട് പേരെ കണ്ടെത്തി തദ്ദേശീയരല്ലാത്ത, അതായത് ഇന്ത്യൻ പൗരന്മാരല്ലാത്ത ഒരുപാട് പേരെ അവിടുന്ന് കണ്ടെത്തി പുറത്താക്കിയിട്ടുണ്ട്. റോഹിംഗ്യകളെയും അതുപോലെ ബംഗ്ലാദേശികളെയും. അങ്ങനെ പുറത്താക്കുന്നതിനെതിരെയാണ് വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടായത് നമ്മുടെ രാജ്യത്ത്. ഈ CAA നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ അറിയാമല്ലോ. CAA ഈ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് കൊണ്ടുവന്നപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ ആണ് ഇവർ കാട്ടിക്കൂട്ടിയതെന്ന് നമ്മൾ കണ്ടല്ലോ, ഇവിടുത്തെ പ്രതിപക്ഷവും മറ്റു രാഷ്ട്രീയ കക്ഷികളും ചേർന്ന്. എന്തായാലും അതിനെല്ലാം അതിജീവിച്ച് ഇപ്പോൾ ഗുവാഹത്തിയിലെ ഈ വാജ്പേയി ഭവൻ, മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലുള്ള
അവരുടെ ഈ ആസാം സ്റ്റേറ്റ് BJPയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ വെച്ചിട്ട് ആണ് ഇവർ പുതിയതായിട്ട് അംഗത്വം എടുത്തത്. മറ്റ് കോൺഗ്രസും ഉൾഫയും അതുപോലെ AAP ഒക്കെ വിട്ട് വന്ന ആൾക്കാർ. അതായത് 1988 പിന്നെ ഉൾഫയിൽ ചേർന്ന ഒരു പ്രധാനപ്പെട്ട വളരെ ഇതായിട്ടുള്ളൊരു നേതാവുണ്ട്. അയാളുടെ പേര് ദൃഷ്ടി രാജ്കോവ എന്നാണ്. ഈ ദൃഷ്ടി രാജ്കോവ മ്യാൻമാർ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പോയി പരിശീലനം നേടിയ ആളാണ്. ഉൾഫയുടെ കമാൻഡറായിരുന്നു. ഉൾഫയ്ക്ക് വേണ്ടി വലിയ രീതിയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ആളാണ്. പിന്നീട് അദ്ദേഹം ആയുധം വച്ച് കീഴടങ്ങി 2020. ഈ 1990 മുതൽ തന്നെ ഈ ഉൾഫയെ നിരോധിച്ചിട്ടുണ്ട് 90-കൾ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വാജ്പേയി സർക്കാരിൻ്റെ കാലം തൊട്ടാണ് ഇവരുമായിട്ട് ചർച്ചയൊക്കെ നടത്തി രമ്യമായി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തുടങ്ങിയത്. ഇതൊരു ആദിവാസി ഗോത്ര വിഭാഗക്കാർക്കൊക്കെ വലിയ സ്വാധീനമുണ്ട് ഈ ഉൾഫയ്ക്കകത്ത്. അതിൽ അങ്ങനെ വന്ന ഇദ്ദേഹം ദൃഷ്ടി രാജ്കോവയെ അംഗത്വം കൊടുത്ത് സ്വീകരിച്ചു. അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്നും മറ്റ് പ്രാദേശിക പാർട്ടികളിൽ നിന്നും നിരവധി ആൾക്കാർ, നൂറുകണക്കിന് പ്രവർത്തകർ ഇവിടെ വന്ന് അംഗത്വം എടുത്തു. അതുകൂടാതെ പിന്നെ ഈ പറയുന്നത് പോലെ AAPയുടെ ഒരു ലീഡർ, ആം ആദ്മി പാർട്ടിയുടെ നേതാവും ഇതുപോലെ വന്നിട്ട് ചേർന്നു. അയാളുടെ പേര് ഇതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. ഈ BJP സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് സൈക്കിയ ആണ് ഇവരെ സ്വീകരിച്ചത്. അദ്ദേഹവും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും കൂടെ ചേർന്നാണ് ഇവരെ സ്വീകരിച്ചത്. അങ്ങനെ ഈ ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും ഉൾഫയുടെയും ഒക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ, പിന്നെ AAP ടിക്കറ്റിൽ മത്സരിച്ച മനോജ് ധനോവർ ആണ് ഇപ്പോൾ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ AAPയുടെ ടിക്കറ്റിൽ ലോക്സഭയിലേക്ക് മത്സരിച്ച് തോറ്റുപോയ ആളാണ്. അദ്ദേഹവും ഇപ്പം BJP ചേർന്നിട്ടുണ്ട്, മനോജ് ധനോവർ. ഇദ്ദേഹം ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇങ്ങോട്ട് വന്നത് പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തും എന്നാണ് ഹിമന്ത ബിശ്വാസ് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു കാരണം ഈ പറയുന്നത് പോലെ കോൺഗ്രസ് അവിടെ തരുൺ ഗൊഗോയിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ ഈ വിഘടനവാദ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള ആക്ഷേപം വളരെ ശക്തമാണ്. തരുൺ ഗൊഗോയ്ക്കും ഭാര്യയ്ക്കും പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുമായിട്ട് ബന്ധമുണ്ട് എന്ന ആക്ഷേപം ഏറെ നാളായിട്ട് കേൾക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു മറുപടി കോൺഗ്രസ് പറയുന്നില്ല. ഈ ആക്ഷേപം ഉയരുമ്പോൾ അതിനെ അവഗണിക്കുകയോ മറച്ചു പിടിക്കുകയോ ഒക്കെ ചെയ്യുകയാണ്. ഈ തരുൺ ഗൊഗോയിയുടെ ഭാര്യ നിരവധി തവണ പാകിസ്ഥാൻ സന്ദർശിച്ചു. ISIയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായിട്ട് അവർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പുറത്തു വന്ന് ആസാമിലടക്കം വലിയ ചർച്ചയായതാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ പോലും അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നു. അവിടെയെല്ലാം കോൺഗ്രസ് തന്ത്രപൂർവ്വം അത് മറച്ചു വയ്ക്കുകയോ ഒഴിഞ്ഞു മാറുകയോ അവഗണിക്കുകയോ ചെയ്തു ആ ചോദ്യങ്ങളെ. ഇത് ആസാമിൽ വലിയ വിഷയമായി മാറിയിട്ടുണ്ട്. ഈ കോൺഗ്രസ്സിനായിരുന്നു അവിടെ എല്ലാ കാലത്തും സ്വാധീനം. ആ സ്വാധീനത്തെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ ആ സ്വാധീനത്തെ അതിൻ്റെ ശക്തി ക്ഷയിപ്പിക്കുന്ന തരത്തിലേക്ക് ഇത്തരം ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയർന്നു. ഇതിന് കോൺഗ്രസ് മറുപടി പറയുക കൂടി ചെയ്യാതിരിക്കുമ്പോൾ അത് വലിയ അണികളുടെ കൊഴിഞ്ഞുപോക്കിന് കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വിഘടനവാദികൾ അവിടുത്തെ വലിയ മയക്കുമരുന്ന് കടത്തുകാരാണ്. ഈ മംഗോളിയൻ മാഫിയയ്ക്ക് ആസാം, മണിപ്പൂർ, മേഘാലയ ഈ സ്ഥലങ്ങളിലല്ല, ഈ സപ്ത സഹോദരിമാരെന്നറിയപ്പെടുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അവർക്ക് ഈ മംഗോളിയൻ ഡ്രഗ് മാഫിയയ്ക്ക് വലിയ സ്വാധീനമുണ്ട്. അതിനെ കൂടി മറികടക്കുന്ന തരത്തിലേക്ക് അവിടുത്തെ ജനങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ വന്നപ്പോൾ അതും ഇവിടെ ഒരു ചർച്ചയായി. ഈ പറയുന്നത് പോലെ വിഘടനവാദികളെ സഹായിക്കുന്നത് ഇത്തരക്കാരാണ്, അവർക്ക് ആയുധം എത്തിക്കുന്നത്, അവർക്ക് പണം എത്തിക്കുന്നതൊക്കെ ഇത്തരം ഈ ഡ്രഗ് മാഫിയയാണ് എന്ന ആക്ഷേപവും വളരെ ശക്തമാണ്. അപ്പോൾ അതിനെ ഒക്കെ എതിരെയായിട്ട് തദ്ദേശീയ ജനങ്ങൾ വലിയ തോതിൽ അതിനെല്ലാം ഒരു പ്രതിരോധം തീർക്കാൻ അവർ BJPയെയാണ് ആശ്രയിച്ചത്. അതാണ് BJPക്ക് അവിടെ 2014 തൊട്ട് വലിയ രീതിയിൽ വിജയം ഉണ്ടാകാൻ കാരണം. അതാണ് നമുക്കറിയാം. ഈ ആസാം എന്ന് പറയുന്നത് ഗോത്ര ജനതയ്ക്ക് വലിയ സ്വാധീനമുള്ള, അവരുടെ ആ സംസ്കാരവും അവരുടെ അനുഷ്ഠാനങ്ങളും അവരുടെ ആചാരങ്ങളും ഒക്കെയായിട്ട് വലിയ രീതിയിൽ ഒരു സാംസ്കാരിക പൈതൃകം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു പ്രദേശമാണ് ഈ ആസാം, ത്രിപുര, മേഘാലയ, നാഗാലാൻഡ് ഒക്കെ. അവിടെ
ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ വന്നപ്പോൾ അതിനെ നേരിടാൻ കോൺഗ്രസ്സിന് സാധിച്ചില്ല. അത് ബി ജെ പിക്ക് വലിയ രീതിയിൽ അവിടെ വളമായി മാറിയിട്ടുണ്ട്. ബി ജെ പി വളരാനുള്ള കാരണവും അതുതന്നെയാണ്. ഒപ്പം ഈ കോൺഗ്രസിൻ്റെയും ഹൈക്കമാൻഡിൻ്റെയും നിരുത്തരവാദപരമായ നിലപാടുകൾ അതും ബി ജെ പിക്ക് അനുഗ്രഹമായി മാറി. ഹിമന്ത ബിശ്വാസിനെ പോലെയുള്ള മികച്ച നേതാക്കൾ കോൺഗ്രസ് വിട്ടിട്ട് ബി ജെ പിയിൽ വന്നതോടുകൂടി അതും ബി ജെ പിക്ക് അനുഗ്രഹമായി മാറി. ഇതാണ് ഇപ്പോൾ ആസാമിൻ്റെ അവസ്ഥ. ഇതാണ് 2026 തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആസാമികൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അത് മനസ്സിലാകാത്തത് കോൺഗ്രസ് ഹൈക്കമാൻഡിന് മാത്രമാണ്.